സ്നേഹിക്കാൻ മാത്രം അറിയുക എന്നത് ഒരു അസാധ്യമായ കൃപയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൊടുക്കുന്നതിൻ്റെ പാതി പോലും തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും സ്നേഹിക്കാൻ സാധിക്കുക എന്നതിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ഒരു പുസ്തകത്തിൻ്റെ ആദ്യ പേജിലെ ഒരു ചോദ്യമാണിത്. ഒരുപാട് ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു ചോദ്യം. പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, തൻ്റെ വർത്തമാനങ്ങൾ കൊണ്ടും തൻ്റെ എഴുത്തുകൾ കൊണ്ടും ജീവിതത്തെ മുൻപോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ആ പേരിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒക്കെയും അനുഭവിച്ചിട്ടുള്ള ചില കടന്നുപോകലിനെക്കുറിച്ചാണ്. സ്വന്തം ജീവിതത്തിൽ നിന്നും ചുറ്റുമുള്ളവരുടെ അനുഭവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ് രൂപപ്പെടുത്തിയ കുറിപ്പുകളാണ് ഇതിലുള്ളത്. വായനക്കാരന് സ്വന്തം ജീവിതവുമായി എളുപ്പത്തിൽ ചേർത്ത് വായിക്കാൻ ഇതിലെ അനുഭവങ്ങൾക്ക് സാധിക്കുന്നു. ഒരാൾ അയാളുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കപ്പെടുന്നത് സത്യങ്ങൾ കൊണ്ട് തന്നെയായിരിക്കുമോ? അതോ അയാൾ കേൾക്കേണ്ടി വന്ന നുണകൾ കൊണ്ടോ? സത്യത്തിനും നുണയ്ക്കും മനുഷ്യരെ ആശ്വസിപ്പിക്കാനും വേദനിപ്പിക്കാനുമുള്ള കഴിവുണ്ടെന്നത് വലിയ വിരോധാഭാസമാണ്. ഏക വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നുണ നൽകുന്ന ആശ്വാസത്തിനും സങ്കടത്തിനും അല്പായുസ് മാത്രമായിരിക്കും. 18 അധ്യായങ്ങളിലായി ജീവിതത്തിൻ്റെ പല കാലത്തെ ഓർമ്മ അനുഭവങ്ങളെ വളരെ ലളിതമായി വായിക്കുന്നവർക്ക് ഹൃദയം തൊടും പോലെ എഴുതിയ ഒരു പുസ്തകം. ഇത് വായിക്കുമ്പോൾ പലയിടത്തും നമുക്ക് നമ്മളെ തന്നെ ഓർമ്മ വരും. ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ അനുഭവങ്ങളെ ഓർമ്മ വരും. നമ്മളും ഒറ്റയ്ക്ക് നടത്തിയ ആരും കാണാത്ത ആ യുദ്ധങ്ങളെ, അവയിൽ നിന്ന് നമ്മൾ പൊരുതിക്കേറിയ നേരങ്ങളെയൊക്കെയും ഓർമ്മ വരും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് ഉത്തരവാദിത്തമായി കാണുന്ന ഒരു പിടി മനുഷ്യർ എപ്പോഴും നമ്മുടെ ചുറ്റിലുമുണ്ടല്ലേ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ തൊട്ടപ്പുറത്ത് അങ്ങനെ ഒരു മനുഷ്യനാവും ഇരിക്കുക. ജീവിതം മനോഹരമാക്കുന്നത് അത്തരം ചില മനുഷ്യർ കൂടി ഉള്ളതിനാലാവാം. ഒരാൾ സ്വയം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, അതിനയാൾ നൽകുന്ന 2 ശരിയുത്തരങ്ങൾ, അവയാകാം അയാളുടെ മനസ്സമാധാനത്തെ ചില നേരമെങ്കിലും നിശ്ചയിക്കുന്നത്. ഞാൻ എന്നോട് പറയുന്നത് സത്യങ്ങൾ തന്നെയാണോ? ഞാൻ വിശ്വസിച്ച ചിലർ എന്നോട് പറഞ്ഞത് സത്യങ്ങളായിരുന്നോ? ചില നേരങ്ങളിൽ മനസ്സിൽ ഈ ചോദ്യങ്ങൾ കടന്നു വന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട എത്ര നേരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേയും സൗമ്യമായി നേരിട്ട് നോക്കൂ. മാറ്റം നമുക്ക് തന്നെ കണ്ടു തുടങ്ങും. നമ്മുടെ ശരിതെറ്റുകളുടെ അളവുകോലുകളിൽ ഒതുങ്ങാത്ത മനുഷ്യർ നമുക്ക് പ്രശ്നമാകുന്നത് അവരുടെ അളവുകോലുകൾ നമുക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ വരാനിരിക്കുന്ന പല പരീക്ഷകളുടെയും ഉത്തരക്കടലാസ് പണ്ടേ ചോർന്നു പോയിട്ടുണ്ട്. ഉത്തരങ്ങൾ നേരത്തെ മനഃപ്പാഠം മാത്രമാക്കിയാൽ മതി. അവനവനോട് സത്യം പറയാൻ മാത്രം ശീലിക്കുക. നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ജീവിതം ചിലപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യന് രക്ഷപ്പെടാൻ ചില എമർജൻസി എക്സിറ്റുകൾ കാണിച്ചു തരും. അതൊന്ന് തുറക്കേണ്ട ബാധ്യത മാത്രമേ ഒരാൾക്കുള്ളൂ. എന്നിട്ടും ചിലർ അത് തുറക്കാതെ മറ്റൊരാൾക്ക് കൂട്ടിരിക്കുന്നത് എന്തുകൊണ്ടാവും? ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മൾ ചില മനുഷ്യരാൽ എത്ര സ്നേഹിക്കപ്പെടുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികൾ നിറഞ്ഞ ഒരു പുസ്തകം. നമ്മൾ പഠിക്കാൻ പദ്ധതിയിട്ടിട്ടില്ലാത്ത ചില പാഠങ്ങൾ ജീവിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ കാലം എന്ന വാക്ക് എത്ര ചെറുതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. എത്ര കാലം ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം പൂർണ്ണമായും നമ്മളുടെ കയ്യിലില്ല. പക്ഷേ ജീവിതം നമുക്ക് നൽകുന്ന നിമിഷങ്ങൾ എങ്ങനെ ചിലവഴിക്കണമെന്ന് അവകാശം നമ്മളുടേത് മാത്രമാണ്. ജീവിതത്തിൽ ഇരുട്ട് കയറുമ്പോൾ വെളിച്ചം പോലെ വന്ന ചില മനുഷ്യരുണ്ടാവില്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ? ജീവിതത്തിൻ്റെ നിസ്സാരതയെ നമുക്ക് പറഞ്ഞു തന്നവർ. കാലം നമ്മെ അംഗീകരിക്കുന്നതും തിരിച്ച് നന്ദി കാണിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നോ അല്ല. ആ തിരിച്ചറിവാണ് ചില നേരം നമ്മയൊക്കെ മുൻപോട്ട് നടത്തുന്നത് പോലും. നിന്നോട് മിണ്ടാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞൊരാൾ നമ്മെ പരിപൂർണമായി ഉപേക്ഷിച്ച് കടന്നുപോയ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹൃദയം മരണവീടാകുന്നത് കണക്കുള്ള ഒരനുഭവമാണത്. എന്നും കയറി ചെന്നിരുന്ന, എപ്പോഴും അവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ആ ഇടത്തിൽ നമ്മൾ സ്നേഹിച്ചിരുന്നയാൾ ഇല്ലാതെയാകുന്നു. ഭ്രാന്തമായ അലച്ചിൽ ഇനി ആരംഭിക്കുകയാണ്. അയാളെ തേടി, അയാൾ നമ്മുടെ സ്നേഹവീട് വിട്ടിറങ്ങിപ്പോയ കാരണങ്ങളെ തേടി. പക്ഷേ എത്ര അന്വേഷിച്ചാലും ശരിയായ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ടല്ലോ. ജീവിതം ശരിയുത്തരങ്ങളില്ലാത്ത ഒരു ചോദ്യപേപ്പറാണ്. ഈ ലോകത്ത് മനുഷ്യർ ഏറ്റവും ഭയപ്പെടുന്നതും നിരാകരിക്കപ്പെടുക എന്നത് തന്നെയാണ്.